പ്രവർത്തന മേഖലകളിൽ, അതിൻ്റെ നേതൃപദങ്ങളിൽ, ഇതുപോലെ വേദിയിൽ ഇരിക്കുന്നതിൽ, അതൊക്കെ ചില സാങ്കേതികത്വത്തിന്റെ പേരിലൊക്കെയാണ് സംഘടനയുടെ മുകളിലേക്കൊക്കെ നമ്മളിൽ പലരും വരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരു നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ സ്പന്ദനത്തെ, ഹൃദയത്തുടിപ്പിനെ നമ്മളെക്കാളൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകന്മാരാൽ, അവരുടെ പ്രവർത്തനത്തിന്റെ മികവിനാലാണ് ഈ സംഘടന നിലനിൽക്കുന്നത് എന്ന് പലപ്പോഴും സംഘടനാപരമായ യാത്രകളിലൊക്കെ തോന്നാറുണ്ട്. പലപ്പോഴും അർദ്ധരാത്രി ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു യാത്രയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചിലയിടത്തൊക്കെ കാണാം, അടുത്ത ആഴ്ചയിലോ പിന്നെയൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ രാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന കുട്ടികൾ. നമ്മൾ അവിടെ ഇറങ്ങി അവരോട് സലാം പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് നേരിട്ട് പോലും നമ്മളെ അറിയില്ല. എത്രയോ പ്രവർത്തകന്മാരുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിക്കാരെ. അവരുടെ ചില നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് കുറെ കൂടെ വിസിബിലിറ്റി അവർക്ക് ലഭിക്കാറുണ്ട്. നാട്ടിൻ പുറത്ത് അങ്ങാടികളിലിരുന്ന്, പഴയ കാലത്തിലെ ഉപ്പുപെട്ടിയിലിരുന്ന് തർക്കിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നവരുടെ രാഷ്ട്രീയ ജ്ഞാനം, അതിന്റെ ഒരു ഗരിമ ഒരുപക്ഷെ ഉത്തരവാദിത്വത്തോടു കൂടി സംസാരിക്കുന്ന പലർക്കും, ഞാൻ അടക്കമുള്ളവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരാണ് പാർട്ടിയുടെ കരുത്തെന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത്, പിൻബലം എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. നമ്മൾ അവരെ മറക്കാതിരിക്കുക എന്നത് അവർക്കുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ അവരെ ഓർമ്മിക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതം ധന്യമായിരുന്നു എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തലാണ്. അതല്ലാതെയും മരിച്ചു പോകുന്ന ആളുകൾ കുറെ ഉണ്ടാകുമല്ലോ. പക്ഷെ അടയാളപ്പെടുത്തി മരിച്ചു പോകുക എന്നത് MLA ആവുക, MP ആവുക, പഞ്ചായത്ത് മെമ്പർ ആവുക എന്നുള്ളതൊന്നുമല്ല. അവന്റെ ചെറിയ പ്രതലത്തിൽ, അവർക്കാകാവുന്ന ഇടത്തിൽ അവർ സർഗാത്മകമായി അവരുടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്ത നിർവഹണം മറ്റൊന്നില്ല തന്നെ. അത് നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നു എന്നത് ഏറ്റവും അനുഗ്രഹീതമായ. പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മളെ നിരന്തരമായി സ്വാധീനിക്കും. അവരെ കാണാൻ പോകുമ്പോഴോ അവരുമായി സംസാരിക്കുമ്പോഴോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞ് അവരുടെ വീടുകൾ ചെന്നെത്തുമ്പോഴോ അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, നിങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു, അതും ഇത്രമേൽ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും മൗനമായി സംഘടനയുടെ ഇടപെടുന്ന, സംഘടനയുടെ ഗുണകാംക്ഷികളായ പ്രവർത്തകന്മാരായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അതിൽ കുറച്ചുപേരെയാണ് ഇവിടെ NAM-ന്റെ കൂടെ തന്നെ ഓർമ്മിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ നാട്ടിന് അവർ അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അവരുടെ നന്മകളാൽ അവർക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ആ അനുസ്മരണത്തെ, അല്ലെങ്കിൽ ഈ അനുസ്മരണ ചടങ്ങിനെ ആ അർത്ഥത്തിൽ ഹൃദയംഗമമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ നാട്, നേരത്തെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഷാഹുൽ അഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ, ഇന്നത്തെ ദിവസം ഒരു തെരഞ്ഞെടുപ്പിന്റെ അലയൊളികൾ അവസാനിക്കുന്ന സായാഹ്നമാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി അത് നിലക്കുകയാണ്. പാലക്കാട് 3 തെരഞ്ഞെടുപ്പുകൾ ആണ് വന്നത്. വയനാടും അതുപോലെ തന്നെ പാലക്കാടും, പിന്നെ ഒരു തെരഞ്ഞെടുപ്പും കൂടെ, നിയമസഭയിലേക്ക് 2 തെരഞ്ഞെടുപ്പും പാർലമെന്റിലേക്ക്. ആ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യുകയുണ്ടായി. വലിയ വാഗ്വാദങ്ങൾ നടക്കുകയും ഉണ്ടായി. 2 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ രാജ്യം ഭരിക്കുന്ന 2 പേർ പ്രതികളാക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ഒരു പൊതു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ, ഇപ്പൊ നിങ്ങൾ ഒന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ അറിയാം, ഏറ്റവും ഫാസ്റ്റസ്റ്റായി ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന രൂപ ഏതാണെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ശക്തി പ്രാപിക്കുന്ന
മണി ഏതാണ് എന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാന്റെ റുപ്പികയാണ്, അല്ലെങ്കിൽ അവരുടെ ധനവിനിയോഗമാണ്, അല്ലെങ്കിൽ അവരുടെ മണിക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. 120 നിന്ന് ഡോളറിനെ 70 പിടിച്ചുകൊണ്ടുവരാൻ അഫ്ഗാനിസ്ഥാന് കഴിയുക. ഇന്ത്യയുടെ ഡോളറിന്റെ വില എത്രയാണ്? നിങ്ങൾ ഇവിടെ വന്ന് കരിയാട് വന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ചൊരു ഹാപ്പിയാണ്. കാരണം റിയാലിന്റെ സംഖ്യയും ഇന്ത്യയുടെ സംഖ്യയും വെച്ച് കൂട്ടിയാൽ നല്ല മെച്ചമാണെന്നാണ് നമ്മളുടെ താൽക്കാലികമായ ഒരു കണക്ക് കൂട്ടൽ. നമ്മൾ ഹാപ്പിയാണ്. കാരണം ഒരു 24-23 രൂപ വരെ റിയാലിന് ഇപ്പോൾ ദിർഹമിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി ഇത് നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള ഒരു കാര്യമല്ല. താൽക്കാലികമായ ഒരു വിനിമയത്തിൽ മെച്ചമുണ്ടാവാം. ഇന്ത്യയുടെ രൂപയുടെ വില ഇടിയുന്നത് എത്രമേൽ അപകടകരമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. രൂപയുടെ തകർച്ച ഒരു ഭാഗത്തുണ്ട് സാമ്പത്തിക രംഗത്ത്. അതിനേക്കാൾ അപകടകരമായ വിധത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം അത്രമേൽ ശ്രദ്ധയില്ലാതെ ചർച്ചയില്ലാതെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നു എന്ന് മാത്രം. ലോകത്തിന്റെ വിദ്യാഭ്യാസ റേറ്റിംഗിൽ IIM ഉണ്ടായിരുന്ന വില, IITക്ക് ഉണ്ടായിരുന്ന വില, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്ന വില, അതുപോലെ തന്നെ നിരവധി ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികൾക്കുണ്ടായിരുന്ന വില ഇന്ന് കുറഞ്ഞു വരാനുള്ള റേറ്റിംഗിൽ. ലോകത്തിലെ ഏതു രാജ്യത്ത് നിങ്ങൾ പോയി നോക്കിയാലും നമ്മുടെ മക്കൾ അവിടെ പഠിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, വിശിഷ്യ കേരളക്കാർ. എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ സ്ഥിതി എന്താണ്? എത്രമേൽ അപകടകരമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പോയി ചോദിച്ചു നോക്കൂ. +2 കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് ഒന്ന് വെറുതെ മറിച്ചു നോക്കൂ നിങ്ങൾ. 2014 മാറ്റം വരുത്തിയ സിലബസ് ആണ്. അതിൽ പറയുന്ന തമാശ അറിയോ നിങ്ങൾ? 2020 നമ്മള് 3Gയിലേക്ക് വരും, 2020 കഴിയുമ്പോഴേക്കും 4G ആകുമെന്നാണ്. ലോകം എവിടെയാ നിൽക്കുന്നത്? സാറ്റലൈറ്റ് ഇന്റർനെറ്റിലാണ്. അപ്പോഴാണ് നമ്മുടെ മക്കൾ കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസിൽ പഠിക്കുന്നത്. അവര് 2020 3G വരും, പിന്നെ അത് 4G ആവുമെന്നാണ് 5Gയിൽ നിൽക്കുന്ന നമ്മളോട് സംസാരിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് ലോകത്തിന്റെ ഈ മത്സരത്തിന്റെ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ നമുക്കാകുക? എങ്ങനെയാണ് നമ്മുടെ മക്കളെ ഇവിടെ പഠിപ്പിച്ച് ലോകത്തിലേക്ക് അവരെ ഇറക്കി വിടാനാവുക? ഈ കേരളത്തിൽ പോലും രാഷ്ട്രീയ സംവാദങ്ങൾ ഒരുപാടുണ്ട്. UDF-ഉം LDF-ഉം തമ്മിൽ വലിയ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് BJP വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. സംവാദങ്ങൾക്ക് കുറവില്ല. പക്ഷേ ആ സംവാദങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തിന്റെ ആന്തരികമായ ഘടനയുടെ തകർച്ച എത്രമേൽ ഗൗരവമാണ്. ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് ഭരണകൂടത്തിനോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ എത്രമേലാണ് താല്പര്യമുള്ളത്? മുസ്ലിം ലീഗിന് അതിൽ സങ്കടമുണ്ട്. കാര്യം, ഈ നാട്ടിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നിടത്ത്, വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നിടത്ത് ഒരു ജനതയെ ശാക്തീകരിപ്പിച്ചെടുക്കുകയും ഈ നാട്ടിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ പങ്കാളിത്തമുണ്ട്, ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തകർന്നു എന്ന് പറയാൻ കഴിയുന്ന, പേരെടുത്തു പറയുന്ന യൂണിവേഴ്സിറ്റികൾ പോലും കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ പുറത്തു പോയി നോക്ക്. എല്ലാ രാജ്യത്തും ഇന്ത്യക്കാരാണ്. ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ രംഗത്ത് തെരഞ്ഞെടുക്കുന്നതിൽ UK കുറയുകയാണ്. UK-യിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UK-യിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരുന്ന ഇന്ത്യക്കാർ കുറയുമ്പോൾ മറ്റ് ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഉള്ള ജപ്പാൻ തെരഞ്ഞെടുക്കാതിരുന്നവർ ജപ്പാൻ പുതിയ ഓഫറുകൾ വെച്ച് കുട്ടികളെ കൊണ്ടുപോവുകയാണ് എല്ലായിടത്തും. ഞാൻ ഈ അടുത്ത കാലത്ത് കസാഖിസ്ഥാനിൽ ചെന്ന്, അവിടെ നിങ്ങൾക്കറിയാലോ, ഏകദേശം യൂറോപ്പിന്റെയും റഷ്യയുടെയും ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു രാജ്യമാണ് കസാഖിസ്ഥാൻ. അവിടെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മലയാളം സംസാരിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ കുറച്ച് കുട്ടികളാണ്. പിന്നെ അവരുമായി സംസാരിച്ചു. അവര് പറഞ്ഞു അവരുടെ മാത്രം കോളേജിൽ, അവിടെ നിന്ന് ഒരു കുട്ടി പറയാണ്, തിരൂരുള്ള ഒരു കുട്ടി പറയാണ്, അവരുടെ മാത്രം കോളേജില് ആ കുട്ടിയുടെ ബാച്ചിൽ, സീനിയർ ബാച്ചിൽ 80 മലയാളികൾ മാത്രമുണ്ട്. 160 കുട്ടികളുള്ള സീനിയർ ബാച്ചിൽ 80ഓളം മലയാളികൾ. നമ്മുടെ നാട്ടിലെ മക്കൾ ഇവിടെ പഠിക്കാൻ തെരഞ്ഞെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? രാജ്യത്തോടുള്ള വെറുപ്പാണോ? അതല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷമാണോ? അല്ല, അവർക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ രാജ്യത്തിന്റെ സംവിധാനം ഒരുങ്ങിയിട്ടില്ല. ലോകത്തിന്റെ റേറ്റിംഗിൽ ഇന്ത്യ പുറകോട്ട് പോവാണ്. ഈ രാജ്യത്തിലെ യൂണിവേഴ്സിറ്റികളാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഭാവി ഇരുണ്ടു പോവുകയാണ്. എല്ലാവരും പുറത്തേക്ക് പോകുന്നു.
സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ രംഗം, രാജ്യത്തിന്റെ സാംസ്കാരിക ഗരിമയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഏത് രംഗത്താണ് ഒരു നാട് തകരാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പിടിച്ചു നിൽക്കാൻ കേരളത്തിന് കഴിയുന്നില്ല, കർണാടക കഴിയുന്നുണ്ട്, തമിഴ്നാട്ടിന് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ മുമ്പിൽ രണ്ട് ഭരണാധികാരികളുണ്ട്. ഒന്ന് നരേന്ദ്രമോദിയാണ്, മറ്റൊന്ന് സഖാവ് പിണറായി വിജയനാണ്. ഈ രണ്ടു പേരുടെയും പിടിപ്പുകാരാണ്. ഒന്നാം പ്രതി അവരാണ്. എന്തുകൊണ്ട്? മറ്റെല്ലാ മന്ത്രിസഭയായാലും, UDF-ന്റേതായാലും LDF-ന്റേതായാലും കേന്ദ്രത്തിൽ കോൺഗ്രസിന്റേതായാലും അവിടെയുള്ള ഏത് മുന്നണിയായാലും അതൊരു കൂട്ടായ്മയാണ്. വാജ്പേയിയുടെ മന്ത്രിസഭ പോലും ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും അതിനകത്ത് അവർക്ക് പങ്കാളിത്തമുണ്ട്. എന്നാൽ പിണറായിയുടെ മന്ത്രിസഭയിൽ വേറെ ആർക്കാണ് രണ്ടാമതൊരു ശബ്ദമുള്ളത്? പിണറായിയുടെ ശബ്ദത്തിന് ശേഷം ഒരുപക്ഷെ മരുമകന്റെ ശബ്ദം കേൾക്കാം. ഏത് മന്ത്രിക്കാ റോളുള്ളത്? ഒരു മന്ത്രിക്കും റോളില്ല. ഏകാധിപതിയാണ് പിണറായി വിജയൻ. കേന്ദ്ര മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ട്? നിങ്ങൾക്ക് എത്ര പേര് അറിയാം? അവിടെയും ഏകാധിപതിയായ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. മന്ത്രിമാർക്ക് റോളില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഈ മന്ത്രിസഭ നന്നായാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എന്നതുപോലെ തന്നെ അത് നശിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തവും ഈ രണ്ടുപേർക്കും മാത്രമാണ്. ഈ രണ്ടുപേരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്ന് പരിശോധിച്ചു നോക്കാം. നരേന്ദ്രമോദി ആരായിരുന്നു? നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഏതു തരത്തിലാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്നതിലേക്ക് പേരുകേട്ടത്? മികച്ച ഭരണാധികാരി എന്നതിലേക്കാണോ മലയാളികൾ അറിയാൻ തുടങ്ങിയത്? ലോകം അറിയാൻ തുടങ്ങിയത്? അല്ല, ലോകം തന്നെ വിറങ്ങലിച്ചു പോയ ഗുജറാത്ത് കലാപത്തിന്റെ പേരിലാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യന്റെ ചോരയിൽ മുക്കിയെടുത്ത് അധികാരത്തിന്റെ ചെങ്കോൽ പിടിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഗുജറാത്ത് മുഖ്യമന്ത്രി പദമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്? കണ്ണൂർക്കാരനല്ലേ? ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? എന്താണ് അയാളുടെ എക്സ്പീരിയൻസ്? അയാൾ ഒരു മികച്ച പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, ഒരു മുനിസിപ്പൽ ചെയർമാൻ, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഏതു തരത്തിലാണ് സഖാവ് പിണറായി വിജയൻ അറിയപ്പെടുന്ന ഒരാളായി കേരളത്തിൽ മാറുന്നത്? പാർട്ടിക്കകത്ത് VS അച്യുതാനന്ദനെ കുതികാൽ വെട്ടി വന്ന ഒരു മനുഷ്യൻ. VS അച്യുതാനന്ദൻ ആരാണ്? നമുക്ക് ഒരുപാട് വിയോജിപ്പുകളുള്ള, ഒരുപാട് ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുള്ള അപകടകാരിയായ ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഉറച്ച കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ ആ VS അച്യുതാനന്ദൻ ഒരു അഴിമതിക്കാരനാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ കേരളം ഒത്ത് വിശ്വസിക്കുകയുമില്ല. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. നിരവധി സമരങ്ങൾ, നിരവധി ആരോപണങ്ങൾ, നിരവധി ആക്ഷേപങ്ങൾ പരസ്പരം ചൊടിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും VS ഒരു അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല. VSന്റെ മകന്റെ പേരിൽ ഒരിക്കൽ ഒരു അഴിമതി ആരോപണം വന്നു. കൈവിറക്കാതെ CBIക്ക് 10 പേജുള്ള കത്തെഴുതി VS അച്യുതാനന്ദൻ. എന്താ എഴുതിയെന്നറിയോ? എന്റെ മകനെ കുറിച്ചുള്ള ആരോപണം അന്വേഷിക്കണം. ആ VS അച്യുതാനന്ദനെ ഗ്രൂപ്പ് കളിച്ച് സഖാവ് പിണറായി വിജയൻ പുറത്താക്കുകയും, അതാണ് പാർട്ടിക്കകത്ത് പിണറായി വിജയന്റെ എക്സ്പീരിയൻസ്. എല്ലായിടത്തും നിങ്ങളുടെ ഈ നാട്ടിൽ തൊട്ടടുത്ത മറ്റു പ്രദേശങ്ങളിൽ, ഈ കോഴിക്കോട്, കണ്ണൂർ കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരികളെ പാർട്ടിയുടെ കുഞ്ചിക സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നു. അത് EP ജയരാജനായിരുന്നാലും, അത് MP ജയരാജനായിരുന്നാലും, അത് മോഹനൻ മാഷ്ടായിരുന്നാലും, അത് എളമരം കരീമായിരുന്നാലും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിണറായി വിജയൻ സിൽബന്ധികളുടെ ഒരു നിര കൊണ്ടുവരികയും VSനെ തറപറ്റിക്കുകയും ചെയ്തു. രണ്ടാമത് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് സഖാവ് പിണറായി വിജയന്റെ എക്സ്പീരിയൻസ് എന്താണ്? അദ്ദേഹം മുൻ വിദ്യുത് ശക്തി മന്ത്രിയാണ്. കേരളത്തിലെ വിദ്യുത് ശക്തി മന്ത്രി എന്ന നിലക്ക് ഇന്ത്യക്കാർക്ക് ഇന്ന് പിണറായി വിജയൻ അറിയാം. എങ്ങനെയാണോ അറിയുക? അദ്ദേഹം ഒരു മികച്ച വിദ്യുത് ശക്തി മന്ത്രി എന്നുള്ള നിലക്കാണോ ഒരു നല്ല മികച്ച വിദ്യുത് ശക്തി മന്ത്രി? അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ഈ വൈദ്യുതിയുടെ നിരക്ക് കുറച്ചു എന്ന പേരിൽ അറിയും? അദ്ദേഹത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കേരളം വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിച്ച ഒരു സ്റ്റേറ്റ് എന്ന നിലക്ക് അറിയുമോ? ഇല്ല. ഈ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വിദ്യുത് ശക്തി മന്ത്രിയായി എന്ന നിലക്ക് കേരളം അറിയുന്ന ഒരേ ഒരു കാരണം, ലാവ്ലിൻ കേസിൽ 1000 കോടി രൂപ അമുക്കിക്കളഞ്ഞു എന്നതിന്റെ പേരിലാണ്.
മാറ്റി 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 വെച്ച് CBIക്ക് എന്താണ് സുപ്രീം കോടതിക്ക് പോലും ബോറടിക്കും വിധൽ 40 തവണ ആ കേസ് മാറ്റിവെച്ച് സംഘിയുടെ കൈ പിടിച്ചു നടക്കുന്ന സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കടുത്ത അഴിമതിക്കാരൻ എന്ന നിലക്കാണ്. അദ്ദേഹം VS ഇരിക്കുന്ന സമയത്ത് വരിക പ്രയാസമാണെന്ന് തിരിച്ചറിയുകയും VSനെ നിലംപരിശാക്കുകയും പാർട്ടി പിടിച്ചെടുക്കുകയും അധികാരത്തിൽ വരികയും ചെയ്യുന്നു. 8.5 വർഷം മുമ്പ് അധികാരത്തിലേക്ക് വരുമ്പോ ആദ്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സജ്ജീകരിക്കുകയാണ്. ആ ഓഫീസിന് വലിയ സിസ്റ്റം കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നത്? അവിടെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിർത്താൻ ശ്രമിക്കുന്ന ശിവശങ്കരന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചു. കൊള്ളാവുന്ന അഴിമതിക്കാരൻ, വിഷയലമ്പടൻ, പലതരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വപ്നയുമായി ശിവശങ്കരന്റെ എന്താണ് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട കഥകൾ മലയാളി അറിയുന്നതാണ്. ആ ശിവശങ്കരനെ തന്മയത്വത്തോടെ ഉപയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ശിവശങ്കരൻ കക്കാൻ തുടങ്ങി. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി, ഡിപ്ലോമാറ്റിക് ചാനൽ വഴി, മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഏകദേശം 150ഓളം കിലോ സ്വർണവും വലിയ ഹവാലയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നതിന്റെ കേസുകൾ നടക്കുന്നു. ശിവശങ്കരൻ ജയിലിലേക്ക് പോയി. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ പിന്നെ എന്താ അടുത്ത പണി? അതിന് പറ്റിയ ഒരുത്തനെ കൊണ്ടുവന്ന് വെക്കണം. ആരൊക്കെ കൊണ്ടുവന്ന തെരഞ്ഞു നോക്കിയത്? എല്ലാരെയും നോക്കി. അതിന് പറ്റിയ ഒരുത്തൻ കണ്ണൂരിൽ ഉണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ശിവശങ്കരന് പകരം വെക്കാവുന്ന ഒരുത്തൻ, ഒരു പക്ഷേ ഒരു പടി ശിവശങ്കരനേക്കാൾ മികച്ചവൻ. അവനാണ് ശശി. ശിവശങ്കരൻ പോയ സ്ഥാനത്തേക്ക് അതിലും വലിയ ഒരു കള്ളനെ പിടിച്ചു കൊണ്ടുവന്നു വെച്ചു. അവനാണ് ശശി. ആ ശശി ചേർന്നാണ് ഇപ്പോ കേരളത്തിൽ അഴിമതികൾ നടക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ ഇത് ഈ പ്രതിപക്ഷം പോരല്ലോ, പ്രതിപക്ഷം ഉഷാറാക്കണ്ടേ? എന്റെ സ്നേഹമുള്ളവരെ, എവിടെ ഉഷാറാക്കാനാണ്? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉറച്ചു നിൽക്കാൻ പറ്റണ്ടേ? ഒരു അഴിമതിയുടെ പിറകെ പോയി വരുമ്പോഴത്തേക്ക് 2 ബാക്കിൽ വരികയുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ പിറകിൽ പോകുമ്പോഴേക്ക് പിന്നെ 3 വരികയുണ്ട്. പിന്നെ കക്കുന്ന ഒരുത്തനെ നോക്കുകയാണ് തിരക്കിടത് കുടുംബം അടക്കി കക്കുകയാണ്. അച്ഛന് കുറച്ച് ക്ഷീണം വരുമ്പോൾ മോള് കക്കും, മോക്ക് ക്ഷീണം വരുമ്പോ മരുമോ കക്കും, മരുമോന് ക്ഷീണം വന്നാൽ മോള് അമ്മോഷം കക്കും, ഇരുന്ന് കക്കുകയാണ്. ഇതുപോലെ മോഷണം നടത്തുന്ന അടിമുടി അഴിമതി നടത്തിയ ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 2020 നിയമസഭയിൽ പറഞ്ഞു, മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളും ഈ ശിവശങ്കരനും എന്തിന് അമേരിക്കയിൽ പോയി? അതിന് ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പേരിൽ കേസ് ഇടാന്നല്ലാതെ ഉത്തരല്ലേ പറയേണ്ടത്. എന്തിന് അമേരിക്കയിൽ പോകുന്നു? മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ നേരത്തെ പോയി കച്ചവടം ഉറപ്പിക്കാൻ ഇവരെ പറഞ്ഞു വിടുന്നതിന്റെ സാങ്കത്യവും രാഷ്ട്രീയവും എന്താണ്? ഇങ്ങനെ ഒരു കാലം നിങ്ങൾ ഓർത്തു വെക്കാനാവാത്ത വണ്ണം കോവിഡ് വന്നപ്പോ എല്ലാരും കൂടെ ലോകം മുഴുവൻ കോവിഡിനെ പ്രതിരോധിക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ മുഖ്യമന്ത്രി PP കിറ്റ് വിറ്റിട്ട് പൈസ അടിച്ചു മാറ്റുക. പ്രളയം വന്നപ്പോ എല്ലാവരും കൂടെ എങ്ങനെങ്കിലും ഈ വെള്ളം വറ്റിയെങ്കിൽ വിചാരിച്ച് ബേജാറായി നടക്കുമ്പോ അതിന് വേണ്ടി കിട്ടിയ CMRDF ഫണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിച്ചു മാറ്റുകയാണ്. കരിമൽ കർത്തയുടെ ഓഫീസിൽ പോയി റെയ്ഡ് നടത്തിയപ്പോ പറയാണ്, മോൾ ഓഫീസിലേക്കായി പൈസ കൊണ്ടുവന്നത് ആരുടെ മകളുടെ? മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിലേക്ക്. നിങ്ങളുടെ തൊട്ടടുത്തല്ലേ ഊരാലുങ്കൽ? ഞങ്ങൾ എത്ര തവണ പറഞ്ഞു. ഞാൻ ഈ നാട്ടിലെ സഖാക്കളോട് ചോദിക്കട്ടെ, ഊരാലുങ്കലുമായി ബന്ധപ്പെട്ട അതിന്റെ ഏതു തരം ബെനിഫിഷ്യറിയാണ് നിങ്ങൾ? ഒന്ന് ചിന്തിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു വർഗമുണ്ട്, ഒരു വ്യവസായ വർഗമാണ്. ആരാന്നറിയാതെ? കോൺട്രാക്ടർമാർ. ഇതാ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ അല്ലേ? നിങ്ങൾ ചോദിക്ക്. ഞാൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായ ആളാണ്, എനിക്കറിയാം. നമ്മളെയൊക്കെ നാട്ടില് രാഷ്ട്രീയ പ്രവർത്തകരായി നടക്കുന്ന കുറെ പാവങ്ങൾ ഉണ്ടാവും. എപ്പോഴും 24 മണിക്കൂറും ഇന്നിവിടെ ഉണ്ടാവും. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഓടി നടക്കുന്ന കുറെ ചെറുപ്പക്കാരും പാവങ്ങളും. അവർ ഈ നാട്ടിൽ അങ്ങാടിയിൽ ആരെങ്കിലും ഒന്ന് വീണാൽ കൈതാങ്ങി എടുക്കാൻ, അവന്റെ ഒരു വിഷമാകറ്റാൻ, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പാഞ്ഞു വരാൻ, അവരെ ഹോസ്പിറ്റൽ ചേർക്കാൻ ഒക്കെ ആരൊക്കെ കളിയാക്കിയാലും ഈ പൊതുപ്രവർത്തകരെ ഉണ്ടാവും. ഈ പാവങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ലീഗിലുണ്ടാവും, കോൺഗ്രസിലുണ്ടാവും, CPM-ലുണ്ടാവും, എല്ലായിടത്തിലും ഉണ്ടാവും ഈ പാവങ്ങൾ. അപ്പൊ അവര് നമുക്കൊക്കെ സങ്കടമാവും. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു അധികാരമൊക്കെ കിട്ടുമ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഒരുത്തനെ വിളിക്കും, എടാ 4-ാം വാർഡില് ഒരു റോഡ് വരുന്നുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ റോഡാണ്, വലിയ മെച്ചൊന്നും ഉണ്ടാവൂല, നീ ഒരു കാര്യം ചെയ്യും, അതെടുക്ക്, ഒരു കൊട്ടേഷൻ കൊടുക്കുക, ഞാൻ ആ വർക്ക് തരാം, ഒന്ന് നടത്തിക്കോ. ആ സാധു ആദ്യമൊക്കെ പറയും ബുദ്ധിമുട്ടാണ്, സാരല്ലേ നടത്തുന്ന വരും. അങ്ങനെ അവരൊരു പണി കൊടുക്കും.
അവൻ ഒരുപാട് അധ്വാനിച്ച് മെനക്കെട്ട് നടത്തിയാൽ 25,000 ഒരു 50,000 രൂപ ബാക്കി കിട്ടും. അങ്ങനെ കുറച്ച് പാവം കോൺട്രാക്ടർമാര് വേറെയുള്ള PWDയിലെ A ക്ലാസ്, C ക്ലാസ്, B ക്ലാസ് എന്തൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഇവിടെയുള്ള ആളുകൾ ഗൾഫുകാരായ കുറച്ച് സൗകര്യമുള്ളവരെന്താ പോവാ? നമ്മളൊക്കെ നാട്ടിൽ ആദ്യം പോവാ ആൾക്കറിയാങ്ങള് കോൺട്രാക്ടറാണ്. നാട്ടിലെ കോൺട്രാക്ടറോട് പോയിട്ട് പറയും പൊതിയോ കൊണ്ട് എന്തെങ്കിലും തരണം, ഉറപ്പായിട്ടും പൈസ കിട്ടും. കാരണം അവർ രാഷ്ട്രീയക്കാരുമായി അത്രമേൽ ജനങ്ങളുമായി ബന്ധമുള്ള വർഗമായിരുന്നു ഈ കോൺട്രാക്ടർമാർ. അവർ പൈസ തരും. എന്നാൽ ഈ ഒരു 5-8 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ കോൺട്രാക്ടറുടെ വീടിന്റെ പടിയെങ്ങാനും ചവിട്ടിയാൽ കല്ലെടുത്ത് അവനെറിയും. കാരണം അത്ര കഷ്ടപ്പാടാ സാധുക്കൾക്ക്. കേരളത്തിലെ ഒരുപാട് കോൺട്രാക്ടർമാർ റോഡ് റോളർ വിറ്റു, അവരുടെ ഉപകരണങ്ങൾ വിറ്റു, പണി നിർത്തി. ആർക്കും പണിയില്ല. ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു. ഈ നാട്ടിലെ ഒരു കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ കുറച്ച് ആൾക്കാർക്ക് പണി. ഈ അങ്ങാടിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വരും. ഈ മാർക്കറ്റിൽ നിന്ന് അവർ സാധനം വാങ്ങും. ഇവിടുത്തെ സജീവതയാണ് ആ പറയുന്ന ആളുകൾ. അവർ തകർന്നു പോയി. എന്താ കാര്യം എന്നറിയോ? ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന ഒന്ന് ഊരാലുങ്കൽ സൊസൈറ്റി എന്നതാണ്. ഊരാലുങ്കൽ സൊസൈറ്റിയാണ്. ഞാൻ നിയമസഭയിൽ ഇത് പറഞ്ഞാൽ പിറ്റേ ദിവസം ആ പറഞ്ഞതിനെ മെച്ചപ്പെടുത്താൻ ആള് വരും, ഓഫറുകൾ ഉണ്ടാവും, വായടപ്പിക്കാൻ നോക്കും. ആർക്കറിയാത്തത്? പക്ഷേ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന കോടാനുകോടി രൂപയുടെ പിറകിലുള്ള ബിനാമി ആരാണ്? ആർക്കാ ഈ പണം? നിങ്ങൾ പറയുന്നു സൊസൈറ്റിയാണ്. സൊസൈറ്റി കോർപ്പറേറ്റ് ആയാലോ? സൊസൈറ്റി കോർപ്പറേറ്റ് ആയാലോ? നിങ്ങളുടെ സൊസൈറ്റി കോർപ്പറേറ്റ് ആണ്. അതിന്റെ പിറകിൽ പണം കൊടുക്കുന്നത് കേരളത്തിലെ വമ്പൻ രാഷ്ട്രീയക്കാരാണ്. എന്താണോ പേര് വെളിപ്പെടുത്താത്തത്? നിങ്ങൾക്ക് പേര് വെളിപ്പെടുത്താൻ ഭയമുണ്ടെങ്കിൽ ആരുണ്ടെങ്കിലും വെളിപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ വെക്ക്. ആരാണ് ഈ വെള്ളാനകളെന്ന് ജനങ്ങൾ അറിയട്ടെ. ആർക്കാ ഉപകാരമുള്ളത്? ഇവിടെ ഈ CPM-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഈ തെരുവിലെ സഖാക്കൾക്ക് അതിന്റെ 10 റുപ്യയുടെ ഉപകാരമുണ്ടോ? ഒരു സൊസൈറ്റി ആണെങ്കിൽ ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്? ഒരു പൊതുമരാമത്ത് വകുപ്പിനെ തന്റെ മരുമകന് തീറെഴുതി കൊടുത്ത് മരുമകനോട് ആ പൊതുമരാമത്ത് വകുപ്പ് നേരെ ഈ വടകരയിലെ നിങ്ങളുടെ ഊരാലുകളിലേക്ക് ചാനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ബില്ലുണ്ടാക്കുക, നിങ്ങൾ തന്നെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, നിങ്ങൾ തന്നെ AS കൊടുക്കുക, നിങ്ങൾ തന്നെ TS കൊടുക്കുക, എന്നിട്ട് കോടികൾ അടിച്ചു മാറ്റുക. ഇതെത്രയായി? ഈ കോൺട്രാക്ടർ വിഭാഗത്തെ കേരളക്കരയിൽ ഇല്ലാതാക്കിയിട്ട് തകർത്തു കളഞ്ഞിട്ട് ആ ഊരാലുങ്കലുമായി ബന്ധപ്പെട്ട അഴിമതി നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു. അത് ഊരാലുങ്കൽ. അത് കഴിഞ്ഞ് K-ബസ് വന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. K-റെയിൽ എന്ന് പറഞ്ഞു. എവിടെ K-റെയിൽ? എന്തായിരുന്നു ഈ മുഖ്യമന്ത്രി പറഞ്ഞ വർത്തമാനം? താഴെക്കൂടെ റെയില്, മേലെക്കൂടെ K-റെയില്, അതിന്റെ മേലെക്കൂടെ മെട്രോ, അതിന്റെ മേലെക്കൂടെ വിമാനം. എന്തെല്ലാം പുളുവാസകളെ അടിച്ചത്. എവിടെ പോയി K-റെയിൽ? K-റെയിൽ എന്ന് പറയുന്നത് കൺസൾട്ടൻസി വഴി ആയിരക്കണക്കിന് കോടി രൂപ അടിച്ചു മാറ്റി പദ്ധതി വഴിയിട്ടു. ജനങ്ങളുടെ സമരം വഴി. പക്ഷെ കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടി. K-റെയിലിന്റെ അഴിമതിയെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത വരുന്നു K-ഫോൺ. ഏത് കാലത്ത്? ഞാൻ അന്ന് പറഞ്ഞു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരികയാണ്, സാറ്റലൈറ്റ് ഫോൺ വരികയാണ്. 40 രാജ്യങ്ങളിൽ സാറ്റലൈറ്റ് ഫോൺ വന്നു കഴിഞ്ഞു. ഇനിങ്ങനെ ഇവിടുത്തെ കണക്ഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നാ പറയും നിങ്ങൾ എയർപ്ലെയിൻ മൂടാക്കിയേക്ക്, ഫോൺ ഓഫ് ചെയ്യണം. പക്ഷേ സാറ്റലൈറ്റ് ഫോണുകൾ വ്യാപകമായാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിനകത്ത് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഏറ്റവും അത്യന്താധുനികമായ സാറ്റലൈറ്റ് ഫോണുകൾ വന്നു. അപ്പോഴാണ് K-ഫോൺ എന്ന് പറയുന്ന തട്ടിപ്പ്. നിങ്ങളുടെ ഈ നാട്ടിൽ എത്ര വീടുകളിൽ K-ഫോൺ ഉണ്ട്? എത്ര വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്? എത്ര വീടുകളിൽ കണക്ഷൻ ഉണ്ട്? ഏതെങ്കിലും ഒരു സഖാവ് പറയട്ടെ എത്രമായാൽ ലാഭകരമാണ്, നഷ്ടം എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് K-ഫോണിന്റെ പിറകിൽ പ്രതിപക്ഷ നേതാവൊക്കെ ഓടിക്കൊണ്ടിരിക്കും. അതാ വരുന്നത് K-ബസ്. എത്ര K-ബസ് കേരളത്തിന്റെ നിരത്തിൽ ഓടുന്നുണ്ട്? എല്ലാം കട്ടപ്പുറത്തായി. വേറൊരു ബസ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെ മുഖ്യമന്ത്രിയും എന്താ ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ മുഖ്യമന്ത്രി 20 കള്ളന്മാരും കൂടി യാത്ര ചെയ്ത വേറൊരു ബസ്സിലായിരുന്നു. എന്തായിരുന്നു ബസ്? എത്ര കോടിയാണ് ചെലവാക്കിയത്? അപ്പൊ ആ പത്രക്കാരി ചോദിച്ചു ഇതെന്തൊരു ബസ്സാണ്? ലിഫ്റ്റ് ഉള്ള ബസ്, അതിശയുള്ള ബസ്. അപ്പൊ KK ബാലൻ പറയുന്നു ഈ ബസ് വലിയ വെറുത്താണ് കേരളത്തിന്. മ്യൂസിയത്തിൽ വെച്ച് അവരാള് കാണാൻ വരുന്നതാണ് ടിക്കറ്റ് എടുത്തിട്ട്. ഇപ്പൊ പത്രക്കാരി ചോദിച്ചു അതിന് മാത്രം പ്രത്യേകത എന്താണ്? മുഖ്യമന്ത്രിയുടെ പൃഷ്ഠം വെച്ച ബസ്സല്ല എന്താണ്? എടാ എന്തൊരു വിവരക്കേടാണ് ബാലൻ. ബാലൻ പിന്നെ വിവരക്കേട് പറയാറുള്ളൂ. എന്താണ് ഞാൻ ചോദിക്കുക? ആ ബസ് കട്ടപ്പുറത്താണ്.
ആ ബസ് ബാംഗ്ലൂർ കോടി ആര് കയറുവതില്ലേ? ഇപ്പൊ അത് ഗുജറിയിൽ വെച്ചിരിക്കുകയാണ്. അറിയോ? ആ ബസ് അവിടെ നിങ്ങളുടെ ഭരണകാലത്ത് വന്നിരുന്ന ഓരോ അത് കഴിഞ്ഞപ്പോ ക്യാമറയിൽ ആരാന്നറിയോ? മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മോഷൻ. മകൻ നോക്കുമ്പോ അത്ര ഉഷാറല്ല, കക്കാരൊന്നും വലിയൊരു ഉഷാറ് കാണുന്നില്ല. മോൾ അത്ര സ്മാർട്ടല്ല. അമ്മോഷൻ കുറെ നേരം കാത്തിരുന്നു, മൂപ്പര് നേരിട്ട് തുടങ്ങി. അതാണ് ക്യാമറ. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഏതല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണം കടത്തുക. നിങ്ങൾ മനസ്സിലാക്കണേ, സ്വർണം കടത്തിയാലോ? മുഖ്യമന്ത്രി പറയാണ്, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 150 കിലോയോളം സ്വർണം പിടിച്ചു. രാജ്യദ്രോഹത്തിന്റെ സ്വർണം, തീവ്രവാദത്തിന്റെ സ്വർണം, അതിർത്തിയുടെ അപ്പുറത്തു നിന്ന് വരുന്ന ഗൂഢാലോചനയുടെ സ്വർണം. എവിടുന്ന് സ്വർണം പിടിച്ചാല്? കരിപ്പൂരിൽ നിന്ന് പിടിച്ചാല്. മലപ്പുറത്ത് നിന്ന് സ്വർണം പിടിച്ചാൽ രാജ്യദ്രോഹ സ്വർണം, അപകട സ്വർണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആഫീസ് കൂടെ ശിവശങ്കരൻ കടത്തിയ 140 കിലോയോ അത് രാജ്യസ്നേഹത്തിന്റെ സ്വർണം, അത് പോരിശയാക്കപ്പെട്ട സ്വർണ്ണാണ്. മലപ്പുറത്തുനിന്ന് ഹവാല പിടിച്ചാൽ രാജ്യദ്രോഹ ഹവാല. കൊടകരയിൽ നിന്ന് BJP-യുടെ കയ്യിൽ നിന്ന് ഹവാല പിടിച്ചാൽ രാജ്യസ്നേഹത്തിന്റെ ഹവാല. എന്റെ മുഖ്യമന്ത്രി എത്ര പച്ചക്കാണ്! നിങ്ങൾ ഈ രാജ്യത്ത് ഈ വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ട് ഇനി അതൊക്കെ ഞാൻ നിങ്ങളുടെ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഇത് മുഖ്യമന്ത്രിയുടെ സ്ഥിതി. മുഖ്യമന്ത്രിയുടെ മകൻ കോഴിക്കോട് നഗരത്തിൽ സലാമിക്കൊക്കെ ഉണ്ടല്ലോ അവിടെ. കോഴിക്കോടൊക്കെ ബിസിനസ് അല്ല, എത്ര ആൾക്കാരുണ്ട് ഇവിടെ. ഒന്ന് വെറുതെ പോകുമ്പോ ആ കടപ്പുറത്തൊന്ന് പോയി നോക്കി. ഞാൻ അഴീക്കോട്ട് 10 കൊല്ലം MLA ആണ്. എനിക്കറിയാം കേരളത്തിലെ തീരദേശ ജനങ്ങളുടെ ബുദ്ധിമുട്ട്. ചില അമ്മമാരൊക്കെ വന്നിട്ട് കരയും. മോനെ, രാത്രി 2 മണി 3 മണിക്കാണ് എന്റെ മകൻ വരിക കടലിൽ നിന്ന്. രാവിലെ വീണ്ടും കടലിലേക്ക് പോകണം. ഒരു 3 മണിക്കൂർ അവൻ ഉറങ്ങാൻ ഒരു കുടിലില്ല. 5 സെന്റ് ഭൂമിയുണ്ട്, വീട് വെക്കാൻ പറ്റൂല. CRZ ആണ്. കേരളത്തിലെ CRZ-ന്റെ കോംപ്ലിക്കേഷൻ അറിയാം നിങ്ങൾക്ക്. ഒരു വീട് വെക്കാൻ പറ്റൂല. എന്നാൽ ഇസ്രായേലിന്റെ സ്റ്റാർബക്സ് കോഫി അത് കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് കടപ്പുറത്ത് സ്റ്റാർബക്സിന്റെ അങ്ങേ അറ്റത്തെ സീറ്റിൽ പോയി ഇരുന്നാൽ നിങ്ങൾക്ക് തിരമാല മുഖത്ത് വന്നടിക്കും. അത്രമേൽ സിയാസത്ത് നിയമങ്ങളെ കാറ്റിൽ പറത്തി കോഴിക്കോട് കടപ്പുറത്തെ ഈ സ്റ്റാർബക്സ് കോഫി ആരുടേതാണ്? CPM നേതാക്കന്മാരുടെ മക്കള്. ഓരോരുത്തരുടെ പേര് ഞാൻ പറയണം. ഒറ്റൊന്ന് പറയാം. ഷംസീറിന്റെ രക്തബന്ധു അടക്കം അവിടെ അല്ലേ 40,000 രൂപ വാടക കൊടുത്തു. 2.5 ലക്ഷം രൂപ വാടക പറഞ്ഞിട്ട് അത് കൊടുക്കൂലാന്ന് കോർപ്പറേഷൻ. അത് കൊടുക്കും. ഞാൻ ഇവിടുന്ന് വെറുതെ പറയാം. എന്നാ പബ്ലിക്കായിട്ട്, ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാ, പബ്ലിക്കായിട്ട് പറയാം. നിങ്ങൾ ഈ 40,000 വാടക വാങ്ങുന്നിടത്ത് ഞാൻ ഗ്യാരണ്ടി തരാം, നാളെ നിങ്ങൾ ലേലത്തിൽ വെച്ചോ 2.5 ലക്ഷം രൂപക്ക് അത് തിരിച്ചു പിടിക്കാൻ കോഴിക്കോട് ആളുണ്ട്. നിങ്ങൾ വെക്കൂലല്ലോ. കോർപ്പറേഷന് വരുമാനമുള്ള കാര്യമല്ലേ, എന്താ വെക്കാത്തത്? ഈ CPM നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും നടത്തുകയാണ്. കോഴിക്കോടിലെ തീരദേശ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മറവിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉണ്ടാക്കുന്ന കോടികളുടെ കണക്ക് അവിടെ മാത്രമാണ്. നിങ്ങളെ കണ്ണൂര് എന്താ? കണ്ണൂരിൽ ഈ അടുത്തുണ്ടായ ഒരു പ്രശ്നമുണ്ടല്ലോ, ദിവ്യയുടെ ഒരു പ്രത്യേക രംഗപ്രവേശം. അതെങ്ങനെയാണ് സാമാന്യ ജനം വിലയിരുത്തുന്നത്? ഞാൻ ഇരിണാവിലും കണ്ണൂര് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏറ്റവും അടുത്ത പ്രദേശമാണ് ഇരിണാവ്. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെയാണ് ഈ ദിവ്യ. ആ ദിവ്യ എന്ന് നമ്മളുടെ ഒരു കാഴ്ചപ്പാടെന്താ? ദിവ്യ കുറച്ചൊരു ഓവർ സ്മാർട്ടാണ്. അവരെന്ത് ചെയ്തു? ഒരു യോഗത്തിൽ ഇടിച്ചു കയറി. അവിടെ ആ യോഗത്തിൽ ഉണ്ടായിരുന്ന ADM-ന്റെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. അത്രേ ഉള്ളൂ. ആ അഭിപ്രായം പറഞ്ഞപ്പോ നവീൻ ബാബുവിന് അതൊന്ന് പൊള്ളി. നവീൻ ബാബു എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. സിമ്പിൾ അല്ലേ? അതാണോ വസ്തുത? ഒരൊറ്റ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ കൂത്തുപറമ്പ് മണ്ഡലക്കാരൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും എന്താണ് CPM എന്ന് അറിയാവുന്നത് കൊണ്ട്. ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തോളൂ. ഈ ദിവ്യ ഒരു യോഗത്തിൽ വന്ന് പറയുന്നു, ഇയാൾ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തും. പിറ്റേന്ന് രാവിലെ നമ്മൾ കാണുന്നത് നവീൻ ബാബുവിന്റെ ഡെഡ് ബോഡിയാണ്. നമ്മൾ വിചാരിച്ചു ഒരു പാവം മനുഷ്യൻ അബദ്ധവശാൽ ഒരു കൈക്കൂലി വാങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത് വെളിപ്പെടുത്തുമെന്ന ഭയം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു. മെനഞ്ഞാന്നേക്ക് നവീൻ ബാബു മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു.
അതിനിടയിൽ ദിവ്യ ജയിലിൽ പോയി തിരിച്ചും വന്നു. ഈ നിമിഷം വരെ ദിവ്യ പറഞ്ഞ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ലല്ലോ. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന ഒരു വാക്ക് വന്നില്ലല്ലോ. അതിനർത്ഥം എന്താണ്? നവീൻ ബാബു ആ തെറ്റ് ചെയ്തിട്ടില്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്തത്? അതൊരു പ്രശ്നമല്ലേ? ഏതെങ്കിലും സാധാരണക്കാരനാ, ഒരു LD ക്ലർക്ക് അല്ലെങ്കിൽ ഒരു പ്യൂൺ? ജില്ലാ കളക്ടറുടെ തൊട്ടു താഴെയുള്ള ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ, അയാളെ കാത്ത് 2 മക്കള് റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആ മനുഷ്യനെ വരവേൽക്കാൻ അയാളെ കാത്ത് ഭാര്യയുണ്ട്. ജോലി കിട്ടിയ നാള് മുതൽ പുറത്താണ്. ഇനി അവസാന ജോലിയുടെ കാലയളവുകൾ ഒരുമിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ച് ഭാര്യയും റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. എന്റെ മക്കളെ, ഞാൻ പോവാണ് എന്നൊരു വാക്ക് നവീൻ ബാബു പറയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തന്റെ മക്കളോട് മാപ്പ് എന്നെഴുതാത്ത 2 വരി ആ മനുഷ്യൻ എഴുതില്ല എന്ന് നിങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മക്കളെ, എന്നെ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞൊരു SMS, ഒരു വാട്സ്ആപ്പ് ഈ മനുഷ്യൻ അയക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എവിടെയാണ് നവീൻ ബാബുവിന്റെ യാത്രാമൊഴിയുള്ളത്? ബന്ധുക്കളെത്താതെ എന്തിനാ മഹസർ തയ്യാറാക്കിയത്? എന്തിനാ തയ്യാറാക്കിയത്? ഇനി നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ഉറപ്പിച്ചു പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, അത് ബോധ്യപ്പെടുത്താവുന്ന എന്തേത് തെളിവുകളാണ് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്? കുഞ്ഞനന്തനെ നിങ്ങൾ ആസൂത്രിതമായി ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ കൊരച്ചു ചാടിയല്ലോ എന്റെ നേരെ MV ഗോവിന്ദൻ. എന്താ പറഞ്ഞത്? ഷാജിക്കെതിരെ കേസ് കൊടുക്കും. എന്താണോ കേസ് കൊടുക്കാത്തത്? ഒരു കേസ് എടുക്കണം. നിങ്ങൾക്ക് പുതിയായിട്ടാണ് കേസില്ലാത്തോണ്ട് പുതിയായിട്ടാണ്. ഒരുപാട് കേസുണ്ട്. എന്താ എടുക്കാത്ത? ഞങ്ങള് എടുക്കാൻ നിങ്ങളെ കൈമറക്കും. ആ കുഞ്ഞനന്തന്റെ വിഷയം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ചർച്ചയാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതിന് കാരണമുണ്ട്. അതിന്റെ മുകളിൽ ഒരു FIR നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്കറിയാം അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന്. വെറുതെ അല്ല, ഞങ്ങളൊക്കെ വേട്ടയാടി നടക്കുന്ന P ശശിക്ക് എന്റെ പേരിൽ ഈ വിഷയത്തിൽ കേസെടുക്കാൻ പറ്റാത്തത്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ എന്ന് കേട്ടറിവല്ലാതെ അങ്ങനെയെങ്കിൽ ആ മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പ് എവിടെ ഉള്ളത്? ഒരു സാധാരണക്കാരനല്ലല്ലോ. ഇതറിയണമെങ്കിൽ നിങ്ങൾ ആരാണ് ദിവ്യ എന്ന് പഠിക്കണം. ആ ദിവ്യ കടുത്ത അഴിമതിക്കാരിയായ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാരി എടുത്ത പിണറായി എന്ന് വിളിക്കാവുന്ന ഒരാളാണ്. സാരി എടുത്ത പിണറായി എന്ന വാക്കൊക്കെ മനസ്സിലാവുമല്ലോ. എല്ലാം ഉണ്ട് അവരുടെ പേരിൽ. അവരേത് ജീവിത സാഹചര്യത്തിൽ വന്നവരാണ്? അവർക്ക് കണ്ണൂർ നഗരത്തിൽ ഈ ഒരു ലോബി ഇവർ മാത്രമല്ല. ഷാജിർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, എനിക്കറിയാം. ഷാജിറും ദിവ്യയും കൂടിയ ഒരു കോക്കസ്. അവരെ നിയന്ത്രിക്കുന്ന തിരുവനന്തപുരത്ത് ശശി. കാറ്, ഫ്ലാറ്റ്, അതിർത്തി സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ ഏക്കർ കണക്കിന് ഭൂമി, വലിയ ബിസിനസ് ശൃംഖല, റിസോർട്ട്, ഇതൊക്കെയുള്ള. എന്നിട്ട് അത് മാത്രമല്ല, ഇരിണാവിലെ ലോക്കൽ സെക്രട്ടറിയുടെ ബൈക്ക് കത്തിച്ചു കളഞ്ഞു. ഇവരെ എതിർത്തതിന് ഒരു കോൺഗ്രസ്സുകാരൻ അതിന്റെ പടി കടക്കൂല. നിങ്ങളെ പാർട്ടി ഗ്രാമാണ്. ഒരു ലീഗുകാരൻ ആ വഴിക്ക് വരൂല. ഈ ഗുണ്ടകൾ, ഈ പറയുന്ന കക്ഷിയടക്കമുള്ളവരുടെ ഗുണ്ടകള്, എന്നിട്ട് ജയിലിൽ പോയിട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ സ്വീകരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, MP രാജേഷ് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോവാ. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് ആ വിധവയായ സ്ത്രീയുടെ കൂടെ, നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കൂടെ സ്നേഹപൂർവ്വം നിൽക്കുക. വേട്ടപ്പട്ടിയുടെ കൂടെ വേട്ടയാടുകയും ഇരയുടെ കൂടെ ഓടുകയും ചെയ്യുക എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ അവിടെ പോവുക, ഇവിടെ വേട്ടപ്പട്ടിയുടെ കൂടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയാണ് ജയിലിൽ പോയി സ്വീകരിച്ചത്. അവരാണ് ഏറ്റവും സ്വീകരിക്കാൻ യോഗ്യയായ സ്ത്രീ. എന്താ കാര്യം അറിയങ്ങള്? സാജൻ എന്ന് പറയുന്ന സാധു മനുഷ്യനെ ആത്മഹത്യ ചെയ്തവരറിയാലോ, അതിലെ പ്രതി അത്. അപ്പൊ ഒരു കണക്കൂട്ടാൻ, ഞാൻ ഒരാൾ ആത്മഹത്യ ചെയ്യിച്ചു, നീ ഒരാൾ ആത്മഹത്യ ചെയ്യിച്ചു, ഭായി അല്ലെങ്കിൽ എന്താണ്, സഹോദരന്മാരാണ്, പറ്റിയ കക്ഷികളാണ്. MV ഗോവിന്ദന്റെ ഭാര്യയുടെ പേരിലാണ് സാജൻ ആത്മഹത്യ ചെയ്യുന്നത്. സാജൻ എന്റെ മണ്ഡലക്കാരനാണ്, എനിക്കറിയാം. അന്ന് സമരത്തെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്.
സാധനെ കൊലപ്പെടുത്തിയ MP ഗോവിന്ദന്റെ ഭാര്യയും നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ദിവ്യയും ഒരേപോലെ വളരെ കൃത്യമായി ഇതൊരു പാർട്ടിയുടെ സിസ്റ്റമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഴിമതിക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത ഒരു കൂട്ടമാണ്. ഈ അഴിമതിയും വർഗീയതയും കൂടെ ഒത്തുചേരുന്ന ഒരു സംഗമ ഘട്ടമുണ്ട്. അതെങ്ങനെയാണ്? അഴിമതി മറച്ചുവെക്കാൻ അധികാരം കയ്യിലുള്ള സംഖ്യയെ കൂട്ടുപിടിക്കുക. അതാണ് ലെവലിൻ കേസിൽ ഉണ്ടായത്. അതാണ് പിന്നീട് മുഴുവൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ നാടിനെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട്. ഞാൻ വിശദീകരിക്കണില്ല, പലയിടത്തും പറഞ്ഞതാണ്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം. കർണാടക തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് എലത്തൂരിലെ തീവണ്ടി ആക്രമണം ഉണ്ടാക്കുന്നത്. NIA കോടതിയില് ആ കേസുണ്ട്. ഇവിടെ വക്കീലന്മാരുണ്ടോ? ഒന്ന് പോയ കേസിന്റെ FIR പരിശോധിക്ക, കേസിന്റെ ഫൈൻഡിങ്സ് പരിശോധിക്ക. FIR-ഉം ഫൈൻഡിങ്സും വരുമ്പോ അറിയാം എന്തെല്ലാം വർത്താനമാണ് ഈ അജിത്ത് എന്ന് പറയുന്ന സംഘീചാരനായ DIG പറഞ്ഞത്, ADGP പറഞ്ഞത്. എന്നിട്ട് അവസാനം NIA കോടതിയിൽ നിൽക്കുന്ന അതിന്റെ ഫൈൻഡിങ്സ് എന്താണെന്നറിയോ? ഇവൻ അക്രമകാരിയല്ല. 3 പേര് കൊല്ലപ്പെട്ടു. ആ കേസ് കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചെയ്തതാണ്. അതേപോലെ ഹരിയാന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ അഭിമുഖം കൊടുക്കുന്നത്. എന്താണോ RSS വരച്ചു വെക്കുന്ന വര, അതിനപ്പുറം ചുവടെടുത്ത് വെക്കാൻ ധൈര്യമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. വളരെ കൃത്യമായി അജണ്ടകളോടെ ഇയാളുടെ ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റുകൾ, ഖലീഫമാരെ കുറിച്ച് പറഞ്ഞു, ഖലീഫ ഭരണത്തെ കുറിച്ച് പറഞ്ഞു. അവസാനം നിങ്ങൾ ഓർത്തു നോക്കൂ, കളമശ്ശേരിയില് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. യഹോവ സാക്ഷികളുടെ ചടങ്ങിൽ ബോംബ് പൊട്ടി. ഞാനൊന്നൊരു യാത്രയിലാണ്. അപ്പൊ എല്ലാവരും എനിക്ക് ഈ ബോംബ് പൊട്ടി, കുറെ ആളുകൾ മരിച്ചു, 40 ആൾക്ക് പരിക്ക്, ഇതിങ്ങനെ കാണുകയാണ്. എല്ലാവരും എനിക്കിങ്ങനെ പല സുഹൃത്തുക്കളായ ആളുകൾ മെസ്സേജ് ചെയ്യാൻ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആശങ്കയോടെ, എന്താണ് ഷാജി കാണുന്നത്, എന്താ കേൾക്കുക, എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, വല്ല വിവരമുണ്ടോ, ഒന്ന് ആരോടെങ്കിലും അന്വേഷിക്കുക. കുറെ മെസ്സേജുകൾ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് ബേജാറാണ്. കാരണം ഇവര് വിചാരിക്കുന്നത് ഏതോ ഒരു മുസ്ലിം പേരുള്ള പഹയനാവും ബോംബ് വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തന്നെ ഒരു ഇസ്ലാമോഫോബിക് കാലാണ്. ഇനി ആ ബാബവാരം കൂടി മുസ്ലിങ്ങളുടെ തലയിൽ വരും. ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ബോംബ് വെച്ചാൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം? നമുക്കെന്താ പ്രശ്നം? ഒരു ഹിന്ദു ബോംബ് വെച്ചാൽ നമുക്കെന്താ പ്രശ്നം? ഒരു ക്രിസ്ത്യാനി ബോംബ് വെച്ചാൽ എന്താ പ്രശ്നം? അവന്റെ പേരിൽ മതത്തിന്റെ പേരുണ്ട് എന്നതുകൊണ്ട് മതം എവിടെ കക്ഷിയാവണത്? മതത്തിന് എന്താ അതിൽ റോളുള്ളത്? അങ്ങനെ പേടിക്കാൻ നിന്നാൽ അതിനല്ലേ നേരം ഉണ്ടാവും. ഇസ്ലാമോഫോബിക് രാഷ്ട്രീയത്തിന്റെ ബേസ് തന്നെ ഈ ഭയപ്പാടുണ്ടാക്കലാണ്. അത് ശരിയായ രീതിയല്ല. ഞാൻ നിങ്ങളോട് പറയാണ്, അങ്ങനെ തട്ടാന്റെ തോട്ടത്തിലെ വയല് മാതിരി ഇങ്ങനെ മുട്ടുമ്പോ ബേജാറാവേണ്ട കാര്യം എന്ത്? അതിനൊന്നും കാര്യമില്ല. പക്ഷേ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോ അതാ വാർത്ത വരുന്നു, ആ ബോംബിന്റെ പ്രതിയെ പിടിച്ചിരിക്കുന്നു ഡൊമിനിക് മാർട്ടിൻ. അപ്പൊ വേറെ ചില ആളുകളുടെ മെസ്സേജ്, ആ പ്രതിയെ പിടിച്ചു, അറിഞ്ഞില്ലേ ഷാഹിബേ? അൽഹംദുലില്ലാ. എന്താ അൽഹംദുലില്ലാ? ഏതായാലും ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഭീകരനെ പിടിച്ചപ്പോഴേ ഒരു അഴകൊഴ ഏർപ്പാട്. കേസ് NIAക്ക് കൊടുത്തു. കേസ് കോടതിയിൽ വന്നു. കണ്ടോ നിങ്ങള്? ഡൊമിനിക് മാർട്ടിന്റെ പേരിൽ UAPA ഇല്ല. ഡൊമിനിക് മാർട്ടിന്റെ പേരിൽ UAPA ഇല്ല. അലനും താഹയും എന്ന് പറയുന്ന 2 കുട്ടികള് കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ. ഈ അലന്റെ വാപ്പനെ ഞാൻ കോഴിക്കോട് കാണും പലപ്പോഴും. ഒരു സാധു കമ്മ്യൂണിസ്റ്റുകാരൻ, നിരീശ്വരവാദി, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ മനുഷ്യന്റെ 2 മക്കളെ ദയാദാക്ഷിണ്യമില്ലാതെ UAPA ചാർത്തി പരീക്ഷയും ഭാവിയും കൊളമാക്കി ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ ഡൊമിനിക് മാർട്ടിന്റെ പേരിൽ UAPA ഇല്ല. എത്ര അപകടകരമായി സംഘിക്ക് ചൊറിഞ്ഞു കൊടുക്കുന്ന പണിയാണ് ഇയാൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രമേൽ അപകടകരമായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ചരിത്രം കണ്ടിട്ടില്ല. ഇപ്പൊ സന്ദീപ് വാര്യർ, ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണ്? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു. അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ സഖാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാരും പറയുന്നുണ്ടല്ലോ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഭയങ്കരാണ്, അതിനകത്ത് വലിയ പ്രശ്നങ്ങളാണ്, CPM-നകത്തും പ്രശ്നങ്ങളാണ്. പക്ഷെ BJP ഭയങ്കര കേഡർ പാർട്ടിയാണ്. കാരണം പിറകിൽ RSS ഉണ്ട്.
ഒരു ചുക്കില്ല. വെറുതെ നിങ്ങൾക്ക് തോന്നുകയാണ് 10 കൊല്ലം അധികാരം കിട്ടുമ്പോഴേക്കും അതിനകത്തും കുതികാൽ വെട്ടും, അങ്ങോട്ട് പാരയും ഇങ്ങോട്ട് പാരയും, പുറത്തേക്കുള്ള വഴിയും അകത്തേക്കുള്ള വഴിയൊക്കെ കൂടുകയാണ്, താല്പര്യങ്ങൾ കൂടുകയാണ്. CK പത്മനാഭൻ പറഞ്ഞു, സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? പണിയെടുക്കാനൊക്കെ ഞങ്ങൾ കുറെ ആളുകൾ, ഞങ്ങൾ കുറെ സാധുക്കൾ, എന്നാൽ വിളവെടുക്കാൻ വേറെ ചില ആളുകൾ ഇല്ലേ? അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ വന്നു പത്മനാഭന് പ്രശ്നമുണ്ട്. അതുപോലെ ആ പാർട്ടിക്കകത്തുള്ള ഓരോരുത്തരും, ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ എന്താണ്? ഇതൊരു നിങ്ങൾ പൂവിട്ട് തൊഴണം BJP-ക്കാരാ, കോൺഗ്രസ്സുകാരെ. എന്താ കാര്യം അറിയോ? 10-60 കൊല്ലം അധികാരം ഉണ്ടായിട്ട് ഇപ്പോഴായി പണി. അതിനകത്ത് 60 കൊല്ലം അധികാരത്തിലിരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക്, നിരവധി സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക്, അതിനകത്ത് ഇപ്പോഴാ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ദൃശ്യാവണത്, മനസ്സിലാവണത്. പക്ഷെ 10-12 കൊല്ലമാകുമ്പോഴേക്കും BJP ഉപ്പുവച്ച കലം പോലെ അപകടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രശ്നങ്ങൾ രൂക്ഷമാം വിധത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിരവധി ഇഷ്യൂസുകൾ ഉണ്ടാവുകയാണ്. CPM-ന്റെ അതിർത്തി, 2 കാരണങ്ങളുണ്ട്. CPM-ൽ നിന്ന് BJP-യിലേക്ക് കുടിയൊഴുപ്പ് നടക്കുന്ന ജില്ലയിലെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ്. അടുത്ത കാലത്ത് വലിയ CPM നിരയാണ് BJP-യിലേക്ക് മാറുന്നത്. കാരണം ഒന്ന്, കുലത്തൊഴിലായി പഠിച്ചിട്ടുള്ള വെട്ട്, കുത്ത്, ചവിട്ട്, കൊലപാതകം തുടങ്ങിയ കാര്യങ്ങൾ പ്രയോഗിക്കാൻ കുറച്ചുകൂടെ നല്ല വേറൊരു പാർട്ടി തെരഞ്ഞെടുക്കുമ്പോൾ അത് BJP-യാണ് നല്ലത്, RSS ആണ് നല്ലത്, അങ്ങോട്ട് പോവാണ്. അതാണ് ആ പോക്കിന്റെ ഒരർത്ഥം. രണ്ടാമത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ഈ നിലപാടുകൾ കുറെ കൂടെ ഭദ്രമാണ് BJP എന്ന നിലക്കാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഒരു കാരണവശാലും അഭയം പ്രാപിക്കാവുന്ന യോഗ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല BJP, ഒരു തരത്തിലുമല്ല. അതിന്റെ ആത്യന്തികമായ അപകടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവലോ, കേരളം നശിച്ചു പോകലോ അല്ല, രാജ്യത്തിന്റെ മൗലികത തകർന്നു പോകലാണ്. ഈ രാജ്യം എന്ന് പറയുന്ന ആത്യന്തികമായ മൗലികത അത് പ്രധാനപ്പെട്ടതാണ്, അടിസ്ഥാനപരമായ പ്രശ്നമാണ്. RSS-മായി നമുക്കുള്ളത് അതിലേക്ക് പോകലല്ല, ബദലുകളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബദലാണ്. അത് തന്നെയാണ് സന്ദീപ് വാര്യർ തെരഞ്ഞെടുക്കുമ്പോൾ വിചാരിക്കേണ്ടത്. ഒരു സുപ്രധാനമായ കാര്യമുണ്ട്. സന്ദീപ് വാര്യർ അത് തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഒരു വിശ്വാസിയാണ്, അദ്ദേഹം ഒരു നല്ല വിശ്വാസിയാണ്. തന്റെ വിശ്വാസത്തെ പരിരക്ഷിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകണം എന്ന തീരുമാനം അയാൾ എടുക്കുമ്പോൾ അയാൾക്ക് തെരഞ്ഞെടുക്കാവുന്നത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കോൺഗ്രസ് ആണ്. ആരെയും നോവിക്കാനും ബുദ്ധിമുട്ടിക്കാനും പ്രശ്നക്കാക്കാനും അവര് പോകാറില്ല. പള്ളി പോണോ, അമ്പലത്തിൽ പോണോ, ചർച്ച പോണോ, അതിനകത്തുണ്ട്. അതവരുടെ മാറ്റർ അല്ല. അതവർക്ക് ഏതു തരത്തിലും അവരുടെ സ്വകാര്യമായ മതവിശ്വാസങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നത് അതിനകത്തേക്ക് ആളുകൾ ഒരുപക്ഷെ സന്ദീപ് വാര്യരെ തെരഞ്ഞെടുക്കാൻ കാരണമാകുന്നു. ഞാൻ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പറയട്ടെ, വിശിഷ്യ CPM-കാരോട്, കേരളത്തിൽ മികവുറ്റ ഇടതുപക്ഷ ബദലുകളുണ്ട്. അധികാരവും ആൾക്കൂട്ടവും CPM-നാണ് എന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ അത് കാണാതെ പോകരുത്. CPI-യുടെ രാഷ്ട്രീയം എല്ലാ വിയോജിപ്പുകളുള്ളപ്പോഴും അവർക്ക് പലപ്പോഴും അധികാരത്തിന്റെ ധൈര്യം സ്വീകരിക്കാൻ കഴിയാതെ പോകുമ്പോഴും CPI-ക്ക് രാഷ്ട്രീയപരമായ അസ്തിത്വമുണ്ട്, നിലപാടുകളുണ്ട്, കൃത്യമായ കണിശതയുണ്ട്, അതിലേറെ പറയാവുന്ന സത്യസന്ധതയുണ്ട്, അവരുടെ മന്ത്രിമാരുടെ കാഴ്ചപ്പാടുകളുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. RMP ഉണ്ട്, CMP ഉണ്ട്, RSP ഉണ്ട്, നിരവധി ഇടതു ബദലുകളുണ്ട്. ആ ഇടതു ബദലുകൾ തെരഞ്ഞെടുക്കാവുന്നതാണ്. ആ തെരഞ്ഞെടുക്കുന്നതിന് പകരം BJP തെരഞ്ഞെടുക്കാൻ പറ്റിയ ഓപ്ഷൻ അല്ല എന്ന് CPM-കാരോടും CPM അതിന് പറ്റിയ ബദലല്ല എന്ന് CPM-ലെ പ്രവർത്തകന്മാരോടും സന്ദീപ് വാര്യർ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ആദ്യം സന്ദീപ് വാര്യർ വരുന്ന വിചാരിച്ചിട്ട് നല്ല വാക്കൊക്കെ പറഞ്ഞു. പക്ഷെ സന്ദീപ് വാര്യർ വരില്ല എന്ന് പറഞ്ഞപ്പോ അതൊക്കെ രാഷ്ട്രീയത്തില് ഇപ്പൊ ഇതിനൊക്കെ ഒരു വിലയില്ലാതെ മാറിയിരിക്കുന്നു. ഒരു വിസിബിലിറ്റി അത്രത്തോളം ആളുകൾക്കുള്ളത് കൊണ്ട് ഇതിലെ പുച്ഛം, ഇതിലെ പരമപുച്ഛം എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ വരെ സന്ദീപ് വാര്യർ RSS-ന്റെ സൂക്തങ്ങൾ പറഞ്ഞു. ഇതാ ഈ അവസാനത്തെ മണിക്കൂറിൽ അദ്ദേഹം മാറ്റി പറയുന്നു. ഞാൻ വിചാരിക്കുന്നത് അവസാന സെക്കൻഡിൽ പറയുമ്പോഴും ആ പറയുന്ന വാക്കുകളെ ആശാസ്യപൂർവ്വം എടുക്കുകയാണ് ഒരു മതേതര രാജ്യത്തിന്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ വിചാരിക്കുന്നു.
അതാണ് ശരി. നിങ്ങൾ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ? മെഞ്ഞാന്ന് RSS വേണ്ടി അവിടെ പോയില്ലേ? ഇയാള് RSSന്റെ നമ്മളിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളായി നടക്കുന്ന കുറച്ച് ആൾക്കാർ. എന്താ പറയുന്നത്? ശശി തരൂരിന് ഒരു ചെറിയ ചെരിവുണ്ട്, രമേശ് ചെന്നിത്തല കുറച്ച് വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എത്തിയിട്ടില്ല. ഈ കുറെ തല്ലിപ്പൊളി എന്താ പറയേണ്ടത്, ഏറെപ്പത്തരം കാണിക്കുന്ന കുറെ നിരീക്ഷകന്മാരുണ്ട്. എന്റെ സഹോദരന്മാർ, ഇതൊരു ഫാഷിസ്റ്റ് കാലാണ്. കിട്ടാവുന്നവരെ മുഴുവൻ മതേതര ചേരിയിൽ ചേർത്ത് പിടിക്കലല്ലേ ബാധ്യത? അതല്ലേ ഉത്തരവാദിത്തം? അവൻ ഇന്നലെ അത് പറഞ്ഞില്ലേ, മെഞ്ഞാന്ന് മറ്റേ പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഈ പോയത്തക്കാരായ CPM പറയുന്ന വിവരക്കേടാണോ ഈ രാജ്യം ഏറ്റു പറയേണ്ടത്? അതല്ല. അദ്ദേഹം ഇന്ന് മാറ്റി പറഞ്ഞോ, ആ നിലപാടിൽ നിന്ന് അയാൾ നാളെ മാറ്റി പറയുന്നത് വരെ ഇന്ന് പറഞ്ഞ നിലപാടിന്റെ കൂടെയാണ് നമ്മൾ. എന്താ പ്രശ്നം? നാളെ അയാൾ മാറ്റി പറഞ്ഞാൽ ആ മാറ്റി പറഞ്ഞെടുത്ത് അത് ശരിയല്ലടോ എന്ന് പറയാൻ നാവ് ഏതെങ്കിലും ആഫീസ് കൊണ്ടേ പണയൊന്നും വെക്കണില്ലല്ലോ ആരും. അന്നാ നിലപാട് പറയാം. ഇന്നലെ ആ നിലപാട് അയാൾ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറ്റി പറഞ്ഞിരിക്കുന്നത് തടയാൻ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സരിനെ കൊണ്ടോന്ന് സ്ഥാനാർത്ഥിയാക്കിയ ഒരു പാർട്ടിയാണ് പറയുന്നത്. ആര്? ഈ സന്ദീപ് വാര്യർ മെഞ്ഞാന്ന് മറ്റതല്ലേ പറഞ്ഞത്. എന്റെ സഖാക്കളെ, സരിൻ എന്തും പറഞ്ഞിട്ടാ കോൺഗ്രസ് പോയത്. സരിൻ പറഞ്ഞു, ഇന്നലെ വരെ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത എന്നെ എനിക്ക് സീറ്റ് തന്നില്ല. എടോ, അതുപോലത്തെ സഖാക്കൾ അപ്പുറത്തെ പാർട്ടിയിലും ഇല്ലേ? ഓലെ വെട്ടിട്ടല്ലോ ഇന്നലെ വന്ന നിന്നെ പിടിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് നീ മനസ്സിലാക്കണ്ടേ? അതുപോലത്തെ ആൾക്കാർ ഇപ്പുറത്തുല്ലേ? നിന്നെ പോലെ പണിയെടുത്ത ആളുകൾ CPM-ന്റെ അകത്തുല്ലേ? അവർക്ക് പോസ്റ്റ് കിട്ടണ്ടേ? അത് കൊടുക്കാനുള്ള ബാധ്യത അല്ലേ? ആ ബാധ്യതയെ സരിന് റദ്ദ് ചെയ്യാം. എന്നിട്ട് സരിന്റെ വിഷയത്തില് നിങ്ങൾക്ക് വേറെ നിലപാട്, സന്ദീപ് വാര്യർ വരുമ്പോ നിങ്ങൾക്ക് വേറെ നിലപാടെടുക്കാം. അതിലെ രസമുള്ള കാര്യം അതല്ല. സഖാവ് പിണറായി വിജയന്റെ ഇന്നത്തെ ഗംഭീര സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിന്? നേരെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മേക്കെട്ടാണ്. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു. ഞാൻ ഒരു കാര്യം പറയാം, പുതിയൊരു പ്രവണതയുണ്ട്. ചൊറി വന്നവനൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ടേക്ക് വരുന്ന ഒരു പരിപാടി ഉണ്ട്. മനസ്സിലായ? എല്ലാരും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരം ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്, എല്ലാരോടോ പറയണത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത്, വളരെ കൃത്യമായി, അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. കാരണം പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്. ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. മനസ്സിലായിട്ടല്ലോ നിങ്ങൾക്ക്? അടുത്ത കാലത്ത് മൂപ്പരെ കയറിയിട്ട് ചൊറിയ, മൂപ്പരക്കിട്ട് പണിയ, മൂപ്പരെടുക്കുന്ന പോസ്റ്റ് ഒന്നും ശരിയുള്ളതല്ല. നിങ്ങൾ മാത്രം വലിയ നേരെ സ്വർഗത്ത് നിറക്കിയ കുറച്ച് ആൾക്കാർ. ഈ ജാതി വർത്താനമായിട്ട് വരുന്നവരോട് ഞാൻ പറയണത്, സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ എന്ന സംഘി ആഫീസിൽ നിന്ന് അതിനകത്ത് ചൊറി കുത്തി കുരുക്കുന്ന പിണറായി വിജയന് പോലെയല്ല. സംഘിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ. ഞാൻ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയ, എന്തെങ്കിലും ആവട്ടെ സാധിക്കരുത്, നിങ്ങളൊരു മനുഷ്യന്മാരോട് പെരുമാറാനെങ്കിലും ഒന്ന് പഠിക്കു. പിണറായി വിജയൻ ഒന്ന് മര്യാദക്ക് പാവങ്ങളോട്, സാധുക്കളോട്, പാർട്ടി അണികളോട്, മൈക്കാരൻ്റെ ഒക്കെ കൊല്ലിക്കിട്ട് നിങ്ങൾ പിടിച്ച പിടി കണ്ടാലും ഈ നാട്ടിൽ ജനങ്ങൾ, നിങ്ങളെ മനുഷ്യന്മാർ വെറുക്കുന്നതിന് ആ വെറുപ്പ് ഈ നാട്ടിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന മറ്റുള്ളവർക്ക് എതിരായിട്ടാണോ? ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയനോട്, കേരളത്തിലെ എല്ലാ പിന്തിരിപ്പന്മാരെയും കൂട്ടുപിടിച്ച ഒരേ ഒരു മനുഷ്യൻ നിങ്ങളല്ലേ? ഈ പിണറായി വിജയൻ വന്നതിന് ശേഷമല്ലേ ഈ സകല പിന്തിരിപ്പാരങ്ങൾ കൂട്ടുപിടിക്കാൻ തുടങ്ങി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കുറച്ചൊക്കെ നിലപാടുണ്ടായിരുന്നു. VS അച്യുതാനന്ദനെ വെട്ടിയിട്ടല്ലേ നിങ്ങൾ കുറ്റിപ്പുറത്ത് ആരാണ് അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്നിരുത്തിയത്? ഉളുപ്പില്ലാതെ പിണറായി പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും ഇല്ലേ? അബ്ദുൽ നാസർ മദനെ ഇരുത്തിയിട്ട് എന്താ പറഞ്ഞ? ലീഗിനെ തോൽപ്പിക്കാൻ, UDF-നെ തോൽപ്പിക്കാൻ. VS അതിനെ എതിർത്തില്ലേ? VS എതിർത്തിട്ടും അന്ന് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി മദനിയെ സീറ്റിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നിരുത്തിയതിന്റെ പേരാണ് പിണറായി വിജയൻ എന്നത്. നിങ്ങൾക്കറിയോ? എല്ലാ പിന്തിരിപ്പന്മാരെയും ഞാനിത് എവിടെ നിന്നല്ലേ പ്രസംഗിക്കുന്നത്? നാദാപുരത്ത് 17-ാം വാർഡ് ഒന്ന് പോയി ചോദിച്ചു നോക്ക്. SDPI-കാരന്റെ വോട്ട് കൊണ്ട് നിങ്ങൾ പരസ്യ സഖ്യമുണ്ടാക്കി ജയിച്ച പ്രദേശമാണ്. നിങ്ങൾ മുഖത്ത് പോയി നോക്ക്. ഇനി ഒന്നും വേണ്ട, എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ആവശ്യമുണ്ടെങ്കിൽ. എന്താ പറയുന്നറിയോ? പിണറായി വിജയൻ നേരിട്ട് പറയാണ്,
അധികാരത്തിലേക്ക് വോട്ടുകൾ തന്നവർക്ക് നന്ദി. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജാതി എരപ്പത്തരം ചെയ്തിട്ട് പച്ചക്ക് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയിട്ട് പഴയ LDF-കാർ മുഴുവൻ മാറ്റിയെടുത്ത് പാർട്ടി മെമ്പർ സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ പറയാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഞങ്ങളെടുത്ത സമീപനമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങൾ ലിഖിതപ്പെട്ടതാണ്, എഴുതി ചേർത്തതാണ്, വ്യത്യാസമില്ലാതെ നേർക്കുനേരെ. നിങ്ങൾ പരിശോധിച്ചോ, മാതൃഭൂമി പത്രമുണ്ട്, അതിൽ വന്നിട്ടുള്ള ലേഖനങ്ങളുണ്ട്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ എഴുതിയ, പാർട്ടി നേതാക്കന്മാരൊക്കെ എഴുതിയ പറയുണ്ട്. എത്ര ലേഖനങ്ങളുണ്ട്? മലയാളം വാരികയിൽ എത്രയുണ്ട്? ഡോക്ടർ മുനീർ സാഹിബ് ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങൾ എത്രയുണ്ട് എന്ന് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനത്തിന്റെ ബാക്കിൽ മാത്രം നടക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ആധുനിക കാലത്തെ വർത്തമാന കാലത്തെ വിഷയം ജമാഅത്തെ ഇസ്ലാമിയാണോ LDF ആണോ? കോമൺ സെൻസ് ഉള്ളവന് പ്രയോറിറ്റി മനസ്സിലാക്കണം. ഈ പ്രയോറിറ്റിയിൽ അതല്ല വിഷയം. രാജ്യം ഫാഷിസമാണ്. ഫാസിസ്റ്റുകൾ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുകയാണ്, രാജ്യത്തിന്റെ മൗലികത തകർക്കുകയാണ്, ഇഞ്ചിഞ്ചായി ഒരു നാട്ടിലെ തകർത്ത് കൊല്ലുകയാണ്. ആ സമയത്ത് പറഞ്ഞിരിക്കേണ്ട മാറ്റർ ജമാഅത്തെ ഇസ്ലാമി അല്ല. ആ സമയത്ത് പറഞ്ഞിരിക്കേണ്ട മാറ്റർ LDF അല്ല, PDP അല്ല. അതിന്റെ കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ മുമ്പിലൊക്കെ മതേതരത്വം തെളിയിക്കാൻ വർത്താനം പറഞ്ഞു നടക്കേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല. 4 നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി ഏത് വിടുവായത്തവും പറയുന്ന പിണറായി വിജയനെ പോലെയല്ല. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ പറയുന്ന ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ്, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. മനസ്സിലായോ? അപ്പൊ ഒക്കെ സഖ്യം ഉണ്ടാക്കിയ നിങ്ങളാണ്, കക്ഷി ചേർന്ന നിങ്ങളാണ്. എന്നിട്ട് സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾക്കതിന് പ്രശ്നം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ നിലപാടുകൾ നിങ്ങൾക്കറിയാം. എന്നിട്ട് രസമുള്ള വർത്തമാനം അതല്ല ഇയാൾ പറയുന്നത്. പഴയ തങ്ങന്മാരൊക്കെ ഭയങ്കര ഉഷാറായി, സാദിഖ് തങ്ങൾ മോശം. ഞാൻ പഴയ CPM നേതാക്കന്മാരെ കുറിച്ചല്ല പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദനെ കുറിച്ചാണ്. ബഹുമാന്യനായ പിണറായി വിജയ, നിങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് നിങ്ങളും ആ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അജഗജാന്തരമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല സഖാവ് പിണറായി വിജയൻ. ഞാൻ നിങ്ങൾ അങ്ങനെ പെരുമാറുന്നു ഇങ്ങനെ പെരുമാറുന്നു അല്ല. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി കട്ടുമുതൽ ഉണ്ടാക്കിയ ആ മുതൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ ഫാഷിസ്റ്റുകൾക്ക് പാർട്ടിയെ കൊണ്ടുപോയി അടിയറ വെച്ച കാട്ടുകള്ളനാണ്. നിങ്ങൾക്ക് സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാനുള്ള അർഹത പോലുമില്ല. അത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ഏത് തങ്ങളെ അംഗീകരിച്ചത്? ഏത് തങ്ങൾക്കാ സിന്ദാബാദ് വിളിച്ചത്? നിങ്ങളെ വർത്താനം കേട്ടാൽ ഈ ജാതി തട്ടിപ്പൊന്നും നിങ്ങൾ ഇറക്കേണ്ട കാര്യമില്ല. പാലക്കാട് നിങ്ങൾ തോറ്റു കഴിഞ്ഞു. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ട്. EP ജയരാജൻ നിങ്ങൾക്ക് തന്ന പണിനേക്കാൾ വലിയ പണിയൊന്നും ഇനി വേറെ നമ്മളായിട്ട് തരേണ്ട കാര്യമില്ലല്ലോ. EP പറയാണ്, നിങ്ങൾ രസമുള്ള ഒരു കാര്യം കേൾക്കണം. DC ബുക്സിന് എഴുതിയ ബുക്കില് EP ജയരാജൻ, അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് വേറെ വിരോധമൊന്നുമില്ല. അദ്ദേഹം ഇൻഡിഗോയിൽ കയറില്ല എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഒരു ദിവസം കയറിയിട്ട് പറഞ്ഞു നമ്മൾ കോംപ്ലിമെന്റ്സ് ചെയ്യുന്നത് അതാണ്. എടോ സഖാവേ, ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, അന്നത്തെ ദിവസം ഇതുപോലെ ഒരു വാർത്ത DC കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ശാഖ DYFI ഇല്ല. ആ DYFI എങ്കിലും DC ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. ഒരു മാർച്ച് വെറുതെ. കോഴിക്കോട് എത്ര DC ഓഫീസ് ഉണ്ട്? DC-യും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? ഞങ്ങള് KLF നടത്തുന്ന DC ആണ്. കേരളത്തിൽ എത്ര പുസ്തക പ്രസാധക സംഘങ്ങളുണ്ട്? എനിക്ക് വേറെയും പരിപാടികളൊന്നും വിശദീകരിച്ച് പറയല്ല. KLF, കേരള ലിറ്റററി ഫെസ്റ്റ്, അത് നടത്തുന്നവൻ പ്രദീപാണ്. അതിന്റെ പണം മുഴുവൻ നിങ്ങൾ ബുക്സ് ഇല്ലേ, 100,000 ബുക്സ് ഇല്ലേ? എന്നിട്ടോ എന്തേ നിങ്ങള് ആ DC-ക്കെതിരെ ഒരു പ്രകടനം നയിക്കാൻ നിങ്ങൾ തയ്യാറായില്ല? കാര്യം എന്താണ്? ബാക്കി EP പറയൂ. EP എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യാ എന്നുള്ളത് മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, നിങ്ങൾ ഈ രാജ്യത്തിലെ ഏറ്റവും തരംതാണ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് സഖാവ് പിണറായി വിജയൻ നിങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കാലത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുകയാണ്, അനുഭവിക്കുകയാണ്.
ആ പാർട്ടി നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. സമാനമായ ബദലുകൾ വന്നേ മതിയാവും. CPM തീരുകയാണ്. നമ്മളൊക്കെ പറഞ്ഞു തീരരുത്, ഫാഷിസ്റ്റുകൾ വരും. ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ബദലുകളുണ്ട്, CPI ഉണ്ട്. ഹാർഡ് കോർ ലെഫ്റ്റുകളുടെ ഇടതുപക്ഷക്കാരന്റെ അവസാന വഴി എന്ന് പറയുന്നത് നാട് നന്നാവാൻ, നാട്ടിനെ രക്ഷിച്ചെടുക്കാൻ, ഇടതുപക്ഷക്കാരായി മരിക്കണം എന്ന നിങ്ങളുടെ മോഹം പൂവണിയാൻ, അതല്ലാതെ പൂർണ്ണമായി വലതുപക്ഷത്തേക്ക് മാറിയിരിക്കുന്ന ഈ പറയുന്ന CPM അല്ല, ഇന്ത്യയിലെ ഇടതുബദൽ എന്ന തിരിച്ചറിവിലേക്ക് വരികയാണ് ആത്യന്തികമായ ഉത്തരവാദിത്തം എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായ ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.